ഹലോ നമസ്കാരം എല്ലാവർക്കും. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ഒരു ചെറിയൊരു ഓഫ് റോഡിങ് റൈഡാണ് കേട്ടോ. ഇന്നത്തെ ട്രിപ്പ് എന്ന് പറഞ്ഞത് കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. വൈസാഖ് ഓഫ് റോഡ് ജീപ്പേഴ്സിൻ്റെ ഒരു ടീമിൻ്റെ കൂടെയാണ് കേട്ടോ പോകുന്നത്. ഇവരെന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവരുടെ കൂടെയാണ് പോകുന്നത്. ഞാൻ എൻ്റെ വണ്ടി എടുത്തിട്ടുണ്ടായില്ല, കാരണം സർവീസൊക്കെ ചെയ്യാനായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എടുത്തിട്ടുണ്ടായില്ല. ഇന്നത്തെ എൻ്റെ യാത്ര എന്ന് പറയുന്നത് ഫോസ് ഗൂർക്കയിലാട്ടോ. അത് നമ്മുടെ സുധീർ ബ്രോൻ്റെ വണ്ടിയാണ്. അപ്പോൾ അതിലാണ് നമ്മൾ ഇന്നത്തെ യാത്ര. ഞാൻ ആളുടെ കൂടെ ജസ്റ്റ് ഇവിടുത്തെ വില്ലേജസൊക്കെ ഇന്ന് കാണാൻ വേണ്ടി വന്നതായിരുന്നു രാവിലെ തന്നെ. ഇവിടെ കുറേ കുട്ടികളുണ്ട് കേട്ടോ. ആൾക്ക് അറിയുന്ന വില്ലേജാണ്. വണ്ടി നിറയെ ഫുള്ള് ടോയ്സ് കാര്യങ്ങളൊക്കെ വാങ്ങി നിറച്ചിട്ട് അത് വാങ്ങാൻ വരുന്ന കുട്ടികളാണിത്. ഓരോ ആളും 1 by 1 ആയിട്ട് ഇങ്ങനെ വരും കേട്ടോ. നല്ല രസമാണ്, എന്താ പറയുക, ഭയങ്കര രസമായിരുന്നു. അത് കണ്ടപ്പോൾ എനിക്ക് എന്തോ ഭയങ്കര സന്തോഷം തോന്നി. ആ നാട്ടിലെ ഒരുവിധം എല്ലാ കുട്ടികളും വന്നിട്ട് 1 by 1 ആയിട്ട് വരും കേട്ടോ. വണ്ടി വരുമ്പോഴത്തേന് എന്നിട്ടാ ഓരോ ആൾക്കും ടോയ് കൊടുക്കുന്നുണ്ടോ. ഇങ്ങനെ വണ്ടി നിറച്ചും ടോയാണ്, കുറേ പെട്ടി നിറച്ച സാധനങ്ങളാണ്. ഓരോ ആൾക്കാർ ഇങ്ങനെ വരും കേട്ടോ. ഒരാൾക്ക് ടോയ് കിട്ടി കണ്ടു കഴിഞ്ഞാൽ അടുത്ത ആൾ പോയി പറയും. അപ്പം അങ്ങനെ അടുത്ത ആൾ വരും. അടിപൊളിയായിരുന്നു കേട്ടോ. ശരിക്കും ഇങ്ങനെയൊക്കെ കൊടുക്കണം. കാരണം നാട്ടിലൊക്കെ പോകുമ്പോൾ ഇതുപോലെ ഞാൻ കുറച്ച് സ്വീറ്റ്സ് കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് കൊടുക്കാറുണ്ട് സാധാരണ കുട്ടികളൊക്കെ കാണുമ്പോൾ. അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷേ ടോയ്സ് ഇങ്ങനെ കൊടുക്കുന്നത് അവർക്ക് ഭയങ്കര കാര്യമായിരിക്കും. നമ്മുടെ ചെറുപ്പത്തിൽ നമുക്കും കിട്ടാത്ത കാര്യങ്ങളായിരിക്കുമല്ലോ. അങ്ങനെ ടോയ്സൊക്കെ കിട്ടുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷമുണ്ടല്ലോ. ഇതൊക്കെ അവിടുത്തെ വില്ലേജസ് ആട്ടോ. ഇത് വരുന്നത് നമുക്ക് ആന്ധ്ര ഒഡീഷ ബോർഡറിലാണ്. അത്യാവശ്യം അടിപൊളി സ്ഥലമാണ് കേട്ടോ. നല്ല ക്ലൈമറ്റ് കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ഇവിടുത്തെ ചെറിയ ചെറിയ വീടുകളാണ്. ഇവിടുത്തെ മെയിൻ ഇൻകം എന്ന് പറയുന്നത് ഇവരൊക്കെ ചെറിയ ചെറിയ കൃഷിപ്പണികളിൽ ഏർപ്പെട്ട് ജീവിക്കുന്നവരാണ്. ഇവിടെ മെയിനായിട്ട് ഞാനിപ്പോൾ കണ്ടതെന്ന് വെച്ചാൽ എല്ലാ വീട്ടിലും അധികവും നമ്മുടെ ചുക്കുണ്ടല്ലോ, മഞ്ഞളിങ്ങനെ ഉണക്കി ചുക്കാക്കിയിട്ട് അത് കൊടുക്കുന്നുണ്ടായിരുന്നു. അത് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നേരത്തെ കണ്ട വണ്ടിയോടെ വന്നിട്ടുണ്ടായത്. അപ്പോൾ ഇവർ ഇവിടെ നിന്ന് കളക്ട് ചെയ്തിട്ട് വിശാഖപട്ടണത്ത് കൊണ്ടുപോയി കൊടുക്കുന്ന ഒരു ടീമാണ് കേട്ടോ അവിടെ ഉള്ളത്. ടോയ്സ് വാങ്ങാൻ വേണ്ടിയിട്ട് വന്ന അടുത്ത സെറ്റ് ഓഫ് ആൾക്കാരാട്ടോ. 3 കുട്ടികളൊക്കെ കാണാം. അത് കൂടാതെ ഒരു ചെറിയ കുട്ടിയുണ്ട്. എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ. ആ നാട്ടിലുള്ള എല്ലാവരും വന്നിട്ടുണ്ട് ടോയ്സ് വാങ്ങാൻ. നമ്മൾ വന്നിട്ടുണ്ടായത് പാടേരി എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിലാണ് കേട്ടോ. ഗ്രാമത്തിൽ നിന്ന് കുറച്ച് ഒരു 1 മണിക്കൂർ യാത്രയുണ്ട്. ഇത് വളരെ ഉള്ളിലേക്ക് കേട്ടോ. ഇവിടെ ഒന്ന് ആൾക്കാർ വന്നിട്ടുണ്ട്. കേരളത്തിൽ നിന്നൊക്കെ ആൾക്കാർ വന്ന് കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമുക്കിങ്ങനെ ഒരു ഫ്രണ്ട്സ് സർക്കിൾ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇവിടേക്ക് എത്തിപ്പെട്ടത്. അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങി കേട്ടോ. നമ്മൾ കുറച്ച് പേരുണ്ട്. താറുണ്ട്, കൂടെ സ്കോർപ്പിയോ ഉണ്ട്, ഫോസ് ഗൂർക്കയുണ്ട്, പ്രാഡോ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരുവിധം എല്ലാ വണ്ടികളും ഉണ്ട്. നമ്മൾ എന്തായാലും പോവാണ് കേട്ടോ. ഗൂർക്കയിലാണ് എൻ്റെ യാത്ര. അതുപോലെ നമ്മളെ രവി ബ്രോൻ്റെ സ്കോർപ്പിയോ ഉണ്ട്, അത് 4 വീലാണ്. അതുപോലെ അജ്മൽ ബ്രോൻ്റെ താറുണ്ട്, അതും എല്ലാം 4 വീൽ വണ്ടികളാണ് കേട്ടോ. പ്രാഡയും ഉണ്ട്, എല്ലാ വണ്ടിയുണ്ട്. ഇത് 98 മോഡലാണെന്ന് തോന്നുന്നു. അത് എന്തോ പറഞ്ഞിട്ടുണ്ട്, ഞാൻ മറന്നുപോയി. പോകുന്ന വഴിയിൽ നമുക്ക് ഇതേപോലെ കുറേ കുട്ടികളെ കാണാം കേട്ടോ. ഇഷ്ടംപോലെ ആൾക്കാർ. ആളെല്ലാവർക്കും നല്ലോണം എന്താ പറയുക, വാരിക്കോരി കൊടുക്കുന്ന ഒരാളാണ്. അതിനുശേഷം ജസ്റ്റ് പ്രാഡോ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ചിട്ട് ഞാൻ പ്രാഡോയിൽ കയറി കേട്ടോ. പ്രാഡോയിൽ പോകാനും അത്യാവശ്യം വണ്ടി കുഴപ്പമൊന്നുമില്ലായിരുന്നു. പഴയ വണ്ടിയാണെങ്കിലും അത്യാവശ്യം ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ കാലത്തെ ഒരു പുലിയാണ് കേട്ടോ. വണ്ടി അടിപൊളിയായിരുന്നു. വണ്ടി പവറൊന്നും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. സംഭവം രാത്രിക്ക് ഇവിടെ നല്ല തണുപ്പായിരുന്നു കേട്ടോ. രാത്രിയാണ് നമ്മൾ വന്നത്. പക്ഷേ രാത്രി വന്നപ്പോൾ നല്ല തണുപ്പായിരുന്നു. രാവിലെ ആകുമ്പോഴത്തേക്ക് ക്ലൈമറ്റൊക്കെ മാറ്റി നല്ല ഫുള്ള് ചൂടായിപ്പോൾ കേട്ടോ. എന്തായാലും നമ്മളൊരു വാട്ടർഫാളിലേക്കൊക്കെയാണ് പോകുന്നത്. നമുക്കൊരു കുളിയൊക്കെ പാസ്സാക്കാമെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ ഈ ഗ്രാമത്തിലെ ചെറിയ ചെറിയ ടൗണുകളാണ് കേട്ടോ. ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ടാണ് സാധാരണ സാധനങ്ങളൊക്കെ വാങ്ങുന്നത്. വലിയ ടൗണൊന്നല്ല, ചെറിയ ടൗണാണ്. അത്യാവശ്യം ചെറിയ വലിപ്പമേ ഉള്ളൂ. റോഡൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഫുള്ള് പൊടിയൊക്കെ പിടിച്ച്. അങ്ങനെ വലിയൊരു ഡെവലപ്ഡ് ഏരിയ ഒന്നല്ല. ഇതൊക്കെ ഇവിടുത്തെ ലോക്കൽസ് കേട്ടോ. ഇവർ ഇവിടുത്തെ ഉത്സവത്തിന് വേണ്ടിയിട്ട് പിരിവ് കാര്യങ്ങളൊക്കെ നടത്തിയ പൈസയ്ക്ക് വേണ്ടി ചോദിക്കുന്നതാണ്. ഇവർ റോഡ് ഇങ്ങനെ ക്ലോസ് ചെയ്തിടും കേട്ടോ. കുറുകെ ഓടയൊക്കെ കെട്ടിയിട്ട് എന്നിട്ട് പൈസ കൊടുത്താലും മാത്രമേ വിടൂലൂ. അങ്ങനെയാണ്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, എന്തെങ്കിലും ഉള്ളത് കൊടുത്താൽ മതി.
ഇതും സെയിം സെറ്റപ്പ് കേട്ടോ. പോകുന്ന വഴിയിൽ ഇങ്ങനെ ഏതൊക്കെ അമ്പലങ്ങളുണ്ടോ അവിടെയൊക്കെ ആൾക്കാരിങ്ങനെ റോഡ് ക്രോസ് ചെയ്തിട്ട് ഉണ്ടാകും കേട്ടോ പിരിവിന്. ഇതിപ്പോൾ സത്യമാണോ അതൊന്നും അറിയില്ല, എന്തായാലും അവർ പൈസ പിരിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് സമയം ഇതാ ഫോഴ്സ് കൂർക്ക ട്രൈ ചെയ്യാമെന്ന് വെച്ചിട്ട് ഞാൻ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയട്ടാ. അത്യാവശ്യം വണ്ടി ഓടിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ചെറിയ ഓഫ് റോഡിങ്ങിൽ കുറച്ച് ക്ലിയറൻസ് കാര്യങ്ങളൊക്കെ ഫ്രണ്ട് ലോവർ ആം കാര്യങ്ങളൊക്കെ ഒരു തട്ടുന്നൊരു ഫീല് തോന്നി, വേറെ അല്ലാതെ പ്രശ്നങ്ങളൊന്നുമില്ല. അതിൻ്റെ ഇടയ്ക്ക് ഇവന്മാർ ഇതാ അവിടെ ഇവിടെയൊക്കെ വണ്ടി കയറ്റിയിട്ട് ഓഫ് റോഡ് അടിക്കാൻ നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടാ. ഇതൊരു വാട്ടർഫാളാണ് കേട്ടോ. ഈ വാട്ടർഫാളിന് പല പല പേരുകളാണ് ഓരോ നാട്ടുകാർ ഇടുന്നതെന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും വാട്ടർഫാൾ കൊള്ളായിരുന്നു. എന്തായാലും വാട്ടർഫാളിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം കേട്ടോ. ഇവിടെ ഗുഞ്ചിവാഡ വാട്ടർഫാൾസ് എന്നാണ് പേര് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ വണ്ടിയെല്ലാം പാർക്ക് ചെയ്ത് നമ്മളിതാ വാട്ടർഫാൾ കാണാൻ വേണ്ടി പോകാം കേട്ടോ. ഇവിടുന്ന് ജസ്റ്റ് ഇതാ ഇറങ്ങുമ്പോൾ തന്നെയുള്ള വ്യൂ ഇങ്ങനെയാണ്. വാട്ടർഫാളിൻ്റെ ഒരു ലോങ് വ്യൂ, ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി വാട്ടർഫാളാണ്. ഇത് മഴക്കാലത്ത് എന്തായിരിക്കും അവസ്ഥ എന്നാണ് ചിന്തിച്ചു പോയത്. വേനൽക്കാലത്ത് തന്നെ അത്യാവശ്യം വെള്ളമുണ്ട്. അത്യാവശ്യം നല്ല വെള്ളമുണ്ട് കേട്ടോ. വേനൽക്കാലമായാലും അത്യാവശ്യം നല്ല വെള്ളമുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ആ വാട്ടർഫാളിൻ്റെ എൻഡിലേക്ക് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റും കേട്ടോ. അടുത്ത് പോയിട്ട് കുളിക്കാൻ പറ്റില്ല, പക്ഷെ അടുത്ത് വരെ നമുക്ക് പോകാൻ പറ്റും. പോകുന്ന വഴിയെല്ലാം ഇതുപോലെ ഇതാ കാട്ടിലെ മരങ്ങൾ കൊണ്ട് അവർ വഴികളൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. കുറച്ച് ബാലൻസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ സുഖമായിട്ട് നമുക്ക് എൻ്റെ വരെ നടന്നു പോയിട്ട് വാട്ടർഫാളിൽ നമുക്ക് ശരിക്കും എന്താ പറയുക, നമ്മൾ അതിരപ്പള്ളിയൊക്കെ പോയി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ആ ഒരു സ്പ്രേ ചെയ്യുന്നൊരു എഫക്റ്റ് കിട്ടില്ലേ, അതുപോലെയുള്ള എഫക്റ്റ് നമുക്ക് കിട്ടും. എന്തായാലും നമ്മളെല്ലാവരും അതിൻ്റെ എൻഡിലേക്ക് ഒന്ന് പോവാം കേട്ടോ. അവിടം വരെ എത്തൽ കുറച്ച് പണിയാണ്. അത്യാവശ്യം പാറകളൊക്കെ ചാടിക്കിടന്ന് പോകാനുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് നമ്മളെ ടീം. ഈ പാറയുടെ മുകളിലേക്കെല്ലാം ക്ലൈംബ് ചെയ്ത് കയറാൻ വേണ്ടിയിട്ടും ഇവർ ഇതുപോലെയുള്ള ചെറിയൊരു ഏണി സെറ്റപ്പൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. സൂക്ഷിച്ച് കയറിയില്ലെങ്കിൽ പണിയാണ്. അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇതാ നമ്മൾ റിട്ടേൺ ഇറങ്ങി പോവാണ് കേട്ടോ. താഴോട്ട് പോവാണ്. ഇത് ഇറങ്ങി പോകുന്നതും ഇതേപോലെ കയറുന്നതിനേക്കാൾ ഭയങ്കരമാണ് ഇറങ്ങിപ്പോവുക. കുറച്ച് സൂക്ഷിച്ചൊക്കെ ഇറങ്ങണം. അത് കഴിഞ്ഞ് നമ്മളിതാ പുറത്തേക്ക് പോകുന്ന വഴിക്ക് നമ്മളിവിടുന്ന് ജസ്റ്റ് ഒരു ഓംലെറ്റൊക്കെ അടിക്കുന്നൊരു ഷോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് നമ്മൾ ആവശ്യത്തിന് നമ്മൾ ഓംലെറ്റൊക്കെ ഉണ്ടാക്കി കഴിച്ചു. അത് അവിടെ അവർക്ക് അറിയുന്ന ആൾക്കാർ തന്നെ ആയിരുന്നു. അതുകൊണ്ട് മുട്ട ലാസ്റ്റ് എത്ര ഉണ്ടാക്കിയോ അതിൻ്റെ പൈസ കൊടുത്തിട്ട് നമ്മളിങ്ങ് വന്നിട്ടാ. അവിടെ നിന്നാണ് ഫുഡൊക്കെ കഴിച്ചത്. പിന്നെ നമ്മൾ ലേറ്റ് ആക്കാൻ നിന്നില്ല. നമ്മളിതാ വാട്ടർഫാളിൽ നിന്ന് വിട പറഞ്ഞു. ഇനി അടുത്തൊരു സ്പോട്ട് കണ്ടെത്താമെന്ന് വെച്ചിട്ട് അങ്ങോട്ടാണ് പോകുന്നത് കേട്ടോ. ഇനി ഇവർക്ക് അറിയുന്ന വല്ല സ്പോട്ടും ഉണ്ടാവുമായിരിക്കും. എന്തായാലും നമ്മൾ തിരിച്ച് പോവാണ്. വന്ന വഴിയിൽ അത്യാവശ്യം പൊടി ഉണ്ടായതുകൊണ്ട് വണ്ടിയൊക്കെ നല്ല കളർഫുള്ളായിട്ടുണ്ട്. എന്തായാലും പോകുന്ന വഴി ഇതുപോലെയാണ് കേട്ടോ. കുറച്ച് ഓഫ് റോഡ് കാര്യങ്ങളൊക്കെയാണ്. പോകുന്ന വഴിയിൽ നമുക്കൊരു ചെറിയൊരു റിവർ ക്രോസ് കിട്ടിയിട്ടുണ്ട്. റിവർ ക്രോസ് എന്നൊന്നും പറയാനാവില്ല, അവിടെ എന്തൊക്കെ പണിയെടുക്കുന്നുണ്ട്. പാലത്തിൻ്റെ പണിയാന്ന് തോന്നുന്നു. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്യാനുള്ളൊരു അവസരം കിട്ടിയിട്ടുണ്ട്. ഇവരിടയ്ക്കിടയ്ക്ക് മാക്സിമം എന്താ പറയുക, ഓൾമോസ്റ്റ് എല്ലാ വീക്കെൻഡും തന്നെ ഇതുപോലെ റൈഡ് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് പോകുന്ന ടീമാണ് കേട്ടോ. മന്ത്ലി 1 or 2 ടൈംസ് അവരങ്ങനെ പോകും കേട്ടോ.
ശരിക്കും അങ്ങനെയൊക്കെയാണ് വേണ്ടത്. നമ്മുടെ നാട്ടിലൊക്കെ മീറ്റപ്പ് കാര്യങ്ങളൊക്കെ വളരെ റെയറായിരിക്കും. പക്ഷേ ഇവർ അത്യാവശ്യം എല്ലാവരും എല്ലാ സാറ്റർഡേ സൺഡേയും മിക്കവാറും ഇങ്ങനെ ഒത്തുകൂടാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഏതോ ഒരു നദിയിലെത്തിയട്ടോ. ഏതോ ഒരു പാലൊക്കെ കടന്നിട്ടാണ് പോകുന്നത്. ഇനി ഇതിൻ്റെ അപ്പുറത്ത് നമുക്കൊരു സ്പോട്ടും കൂടി ഉണ്ടെന്നാണ് പറഞ്ഞത്. അത് ലക്ഷ്യമായിട്ട് പോകാട്ടോ. എല്ലാവരും ആ പാലത്തിലൊന്ന് സ്റ്റോപ്പ് ചെയ്തു കേട്ടോ. ഇവിടുന്ന് എല്ലാവരും ഒന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് പോയത്. എന്തായാലും അടിപൊളി പാലമായിരുന്നു കേട്ടോ. അവിടുന്ന് വ്യൂ കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. ഒരു ഫോറസ്റ്റ് ഏരിയ എത്തിയെന്നാണ് തോന്നുന്നത്. അതിനോട് ചേർന്നിട്ട് നമുക്കൊരു തൂക്കുപാലം ഉണ്ട് കേട്ടോ. ഇതൊരു അടിപൊളി സാധനമായിരുന്നു കേട്ടോ. പക്ഷെ അത്യാവശ്യം ലെങ്ത് ഉണ്ട്, നല്ല സൗണ്ടാണ് കേട്ടോ. ഇതിനകത്തോടെ വണ്ടി കൊണ്ട് പോകുമ്പോൾ ഭയങ്കര സൗണ്ടാണ്. എന്തായാലും അടിപൊളിയാണ് സംഭവം. ഇവിടുന്ന് ഞാനാണ് വണ്ടി എടുത്തട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ വണ്ടി എടുക്കാൻ നമ്മൾ വണ്ടി ഇല്ലാണ്ട് വേറൊരു വണ്ടി ഓടിക്കാൻ കിട്ടുകയെന്ന് പറഞ്ഞാൽ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് വെറുതെ ഇരിക്കുന്ന ഇഷ്ടമല്ല. വണ്ടി ഓടിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് വണ്ടിയായാലും ഓടിക്കും. അപ്പോൾ നമുക്ക് പാലത്തിൽ കൂടി ഒരു റൈഡ് നടത്താമെന്ന് വിചാരിച്ചു. അതിൻ്റെ പുറകെയായിട്ട് ഇതാ ബാക്കി വണ്ടികളൂടെ വരുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് തന്നെ നമ്മളെ സ്കോർപ്പിയോ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അടുത്ത വണ്ടി വരുന്നുണ്ട്, താറ് വരുന്നുണ്ട്. പ്രാഡയും താറൊക്കെ 1 by 1 ആയിട്ട് വരുന്നുണ്ട്. എന്തായാലും നല്ലൊരു അടിപൊളി പാലമായിരുന്നു കേട്ടോ. ഫോട്ടോഷൂട്ടിന് പറ്റിയൊരു പാലാണ്. ഇവിടെ പുഴേൻ്റെ ചെറിയൊരു പോർഷൻ ഉണ്ട് കേട്ടോ. നമ്മൾ അങ്ങോട്ടാണ് ഇറക്കാൻ വേണ്ടി പോകുന്നത് വണ്ടിയും കൊണ്ട്. വണ്ടി വരെ പോയിട്ടുള്ള പ്ലേസാണെന്ന് തോന്നുന്നു കേട്ടോ. എനിക്കിതൊന്നും പരിചയമില്ല. എന്തായാലും അടിപൊളി സ്ഥലമാണ്. വളരെ എക്സ്ട്രീമായിട്ടുള്ള ഓഫ് റോഡ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇതിപ്പം നമുക്ക് എന്താ പറയുക, എല്ലാ വണ്ടിയും കൊണ്ട് പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഓഫ് റോഡാണ്. ചെറിയൊരു ഓഫ് റോഡാണ്. എന്തായാലും നമുക്ക് പോയി നോക്കാം. മുന്നോട്ട് എന്താ ഉള്ളതെന്ന് എനിക്കറിയില്ല. ഇതേതോ ഒരു പുഴേൻ്റെ പോർഷനാട്ടോ. നമ്മൾ നേരത്തെ വന്ന ബ്രിഡ്ജിൻ്റെ താഴെയാണിത്. ഈ മേലെ കാണുന്നത് ആ ബ്രിഡ്ജിൻ്റെ പില്ലറാണ് കേട്ടോ. നമുക്ക് ഇങ്ങോട്ട് വണ്ടി എടുക്കാനുള്ള ഓപ്ഷനാണ് നോക്കിയത്. പക്ഷേ ചില സ്ഥലത്ത് നല്ല വലിയ കല്ലുകളാണ്. അപ്പോൾ അതുകൊണ്ട് ആർക്കും വലിയ ധൈര്യം ഉണ്ടായില്ല വണ്ടി ഇറക്കാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ സ്റ്റക്കാനുള്ള ചാൻസ് ഉണ്ട്. ആഹാ, വണ്ടികളിങ്ങനെ കിടക്കുന്നതാണെന്ന് തന്നെ എന്ത് രസമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. താറിൻ്റെ ഷേപ്പെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എന്താണെന്നറിയില്ല, എനിക്ക് പുതിയ വണ്ടികളോട് വലിയ താല്പര്യമില്ല. എനിക്ക് പഴയ വണ്ടികളോടാണ് താല്പര്യം. എന്തായാലും താറൊരു സംഭവമാണ്. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. 3 താർ കേട്ടോ. പുതിയ റോക്സ് ഒന്നും ഇഷ്ടമല്ല. പക്ഷേ ഈ ഒരു താറ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴെങ്കിലും നമുക്ക് വാങ്ങിയിടാം. നമുക്ക് വാങ്ങാൻ പറ്റാതെ ഒന്നുമില്ല. പക്ഷേ സ്റ്റിൽ ബലേറാണ് എൻ്റെ ഫേവറേറ്റ്. അങ്ങനെ എല്ലാവരും 1 by 1 ആയിട്ട് വൈകുന്നേരമായി. നമ്മൾ പിരിയാനുള്ള ശ്രമത്തിലാണ്. നമ്മൾ ഈ വണ്ടിയിൽ തന്നെ അങ്ങനെ പോകാമെന്ന് വെച്ചോട്ടോ. ഞാൻ ഇവിടുന്ന് വിശാഖപട്ടണത്തേക്കാണ് എനിക്ക് പോകേണ്ടത്. അപ്പോൾ ഏതെങ്കിലും ഒരു വണ്ടിയിൽ കയറിയിട്ട് വേണം പോകാൻ. അങ്ങനെ ഒരു വിട പറയാനായിട്ട് എല്ലാവരും ആ ഒരു ബ്രിഡ്ജിൻ്റെ അടുത്ത് തന്നെ ഒത്തുകൂടിയിട്ടുണ്ട്. ഇവിടുന്ന് ഞാൻ വിശാഖപട്ടണത്തേക്കാണ് പോകുന്നത്. എൻ്റെ വണ്ടി എവിടെയാണ് ഉള്ളത്. അപ്പോൾ ഞാൻ പ്രാഡോയിലോ സ്കോർപ്പിയോയിലോ കയറി പോകാനുള്ള പരിപാടിയാണ്. നമ്മൾ പ്രാഡോയിലാണ് ജസ്റ്റ് യാത്ര തുടർന്ന് കേട്ടോ. ഞാൻ എന്നിട്ട് അവരോട് വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങ് പോയി. ഒരു രസമല്ലേ നമ്മൾ ഒരു നാട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവരായിട്ട് കുറച്ച് ഇൻട്രാക്ട് ചെയ്ത് നല്ല രീതിയിൽ പോകുക എന്നുള്ളതാണ് മെയിൻ തിങ്. വിശാഖപട്ടണത്തേക്ക് നമുക്ക് അത്യാവശ്യം ദൂരം ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് പോകുന്ന വഴിയിൽ രാത്രിയായി. നമ്മൾ പോകുന്ന വഴിയിൽ ജസ്റ്റ് സൈഡാക്കി ചായയൊക്കെ കുടിച്ച് പയ്യാണ് പോയത്. എന്തായാലും വിശാഖപട്ടണത്ത് തന്നെ അവിടെ നമ്മുടെ ബദ്രിപുരൻ്റെ അടുത്ത് ഇവർ ഡ്രോപ്പ് ചെയ്ത് തന്നെ. പ്രാഡേൻ്റെ ഓണർ ചേട്ടൻ വലിയ പുള്ളിക്കാരനാണ് കേട്ടോ. ആള് ഒരു BMW GS ഓൾ ഇന്ത്യയൊക്കെ അടിച്ചാണ്. ആൾക്ക് 65 വയസ്സുണ്ട്. ആ ഒരു പ്രായത്തിൽ വൈഫിനെ കൂട്ടിയിട്ട് BMW ഓൾ ഇന്ത്യയൊക്കെ അടിച്ച മനുഷ്യനാണ് കേട്ടോ. നമ്മളെ യാത്രകളിൽ ഒരാളെ പരിചയപ്പെടുമ്പോൾ നമ്മളെല്ലാം ഒന്നും ചെയ്യാത്ത ഒന്നും ശിശുവാണെന്ന് മനസ്സിലാകുന്ന കേട്ടോ. എന്തായാലും നമ്മൾ വിശാഖപട്ടണം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ബദ്രിപുരൻ്റെ വീട്ടിലേക്ക് പോയിട്ട് അവിടെയാണ് ഉറക്കം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.